എത്ര നാളുടെ ശേഷം ഞാൻ നിന്നെ കാണുന്നത്. നീ ഒരുപാട് നേരം കിടന്ന് കരയല്ലേ ബ്രാവോ? നിന്റെ തല കടന്നു. എനിക്കറിയില്ല, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് ഫാന് നോക്കി പറയുന്നത് കേട്ടു. ദിവസം കാണാറില്ലല്ലോ. മാഡം ഫാനോട് പറഞ്ഞത് നീ ഇങ്ങനെ കറങ്ങല്ലേ, നിനക്ക് തലയിട്ട് വരുമെന്നാണ്. കൂടുതൽ ഒരു ഫാൻ ഇട്ടിരിക്കുന്ന പേര് ബ്രാവോ എന്നാണ്. അപ്പൊ മേഡത്തിനൊന്നും പറ്റിയില്ല, നിനക്കാ പറ്റിയത്. നീ ഇപ്പൊ ഹണിയായി മാറി. കേട്ടോ? നിങ്ങൾക്ക് തമാശ തോന്നുന്നെങ്കിൽ നേരിട്ട് ഒന്ന് നോക്ക്. ബ്രാവോ, മാറ്റി കുറിച്ചുകൂടി കാണിച്ചത്. വാ, എന്റെ അടുത്തേക്ക് വാ, വേഗം വാ വാ. മേഡം, മാഡത്തിന് സുഖമില്ലാത്തതാണ്. മാഡം അവിടെ ഇരിക്ക. ഞങ്ങൾ പോയി ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാം. ഡോക്ടറിനെ വിളിക്കാനോ? അതിന് എനിക്ക് എന്താ അസുഖമുള്ളത്? അയ്യോ ഇല്ല, ഇല്ലില്ല. ഞാൻ ഫാനോടല്ല ബ്രാവോടാ സംസാരിച്ചത്. നല്ല പേരാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ റൂമിലെ ഫാനിന്റെ പേര് ബ്രോണോ ആക്കാം. അയ്യോ, അത് ഫാനിന്റെ അല്ല, അതാ എന്റെ ഡോഗിന്റെ പേരാ. പക്ഷെ മേഡം ഇവന്റെ പേര് ജോർഡാണല്ലേ? ഓഹോ, പോപ്പറ്റ്. ജോർഡാണ് നിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്. ബ്രാവോ എന്റെ കയ്യിലിരിക്കുന്നത്. ദാ ഇങ്ങോട്ട് നോക്കി. ഇവനെന്റെ ആദ്യത്തെ പെറ്റായിരുന്നു. എന്തു പറയാനോ, പെട്ടെന്നുള്ള ആക്സിഡന്റിൽ ഇവൻ ഈ ലോകം വിട്ട് എന്നേക്കുമായി പോയി. ഇന്ന് കുറെ കാലത്തിന് ശേഷം എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. നീ എനിക്ക് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇവരൊക്കെ എനിക്കിപ്പോ. എന്നാ നോക്കൂ, ബ്രാവോ നിങ്ങളോട് എല്ലാവരോടും ഹലോ പറയുകയാണ്. ഓഹോ, എനിക്ക് വലിയ സ്പെഷ്യലല്ലേ, അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞെന്ന് വരില്ല.